ലോകരാഷ്ട്രങ്ങളിൽ ആയുധകരുത്തിൽ മുൻപന്തിയിലാണ് റഷ്യയുടെ സ്ഥാനം. യുഎസിനോട് കിടപിടിക്കാവുന്ന തരത്തിൽ പ്രതിരോധ ആയുധ സംവിധാനങ്ങളെല്ലാം റഷ്യയ്ക്കുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ആയുധ വിപണിയിൽ ശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യ തമ്മിലൊരു കരാറുണ്ടാക്കിയാലോ? ശരിയാണ്, റഷ്യയും ഇന്ത്യയും തമ്മിൽ $4 ബില്യൺ ഒരു പ്രതിരോധ മെഗാ കരാർ ചർച്ചയാവുകയാണ്. വൊറോനഷ് സീരീസ് റഡാർ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ഇതിന്റെ ഭാഗമായി നടക്കും. 8000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമാണ് വൊറോനഷ് റഡാർ. വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങളും റഡാറുകളും നിർമ്മിക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് സംഘടനയായ റഷ്യയിലെ അൽമാസ് ആന്റി കോർപ്പറേഷൻ നിർമ്മിക്കുന്ന നൂതന വൊറോനഷ് സീരീസ് റഡാറാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഇതെത്തിക്കാനുള്ള ചർച്ച ഇതിന്റെ ഭാഗമായി നടക്കും. $4 ബില്യൺ ഇടപാട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനമായിരിക്കും നൽകുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ICBMകൾ തുടങ്ങിയ ഭീഷണികൾ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും. ഇന്ത്യ ഈ നൂതന റഡാർ സംവിധാനം സ്വന്തമാക്കിയാൽ ചൈനയിലും തെക്കൻ മധ്യേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും. വൊറോനഷ് റഡാറിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയും. മൊത്തത്തിലുള്ള ശ്രേണി 10,000 കിലോമീറ്റർ വരെ പോകാമെങ്കിലും ലംബമായ പരിധി 8,000 കിലോമീറ്റർ വരെയാണ്. ചക്രവാള പരിധി 6,000 കിലോമീറ്ററിൽ കൂടുതലാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ പോലും വൊറോനഷ് റഡാർ സംവിധാനത്തിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഇതിന് ICBMകളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡാറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപത്തുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയും. മോസ്കോയും ന്യൂഡൽഹിയും തമ്മിൽ കുറച്ചു കാലമായി ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ മാസം അൽമാസ് ആന്റിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഡാർ സംവിധാനത്തിന്റെ 60% തദ്ദേശീയമായി നിർമ്മിക്കാനും ആലോചനയുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം സമീപ വർഷങ്ങളിൽ മികച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ദേശീയ സുരക്ഷയ്ക്കായി നൂതന പ്രതിരോധ സംവിധാനങ്ങളുള്ള സായുധ സേനകളാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രവും ജനസാന്ദ്രതയുള്ളതുമായ സംസ്ഥാനത്ത് പ്രതിരോധ വ്യവസായ ഇടനാഴി വികസിപ്പിക്കുന്നത് ഒന്നിലധികം നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കമാണ്. ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയം സാമ്പത്തിക സ്വാശ്രയത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പുനരുജ്ജീവനമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഘർഷങ്ങൾ പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെയും ടാർഗറ്റിംഗ് കഴിവുകളെയും എടുത്തു കാണിക്കുന്നു. കൃത്യമായ സർക്കാർ ഇടപെടലുകളോടെ സപ്ലൈ ചെയ്യാൻ സോഴ്സിംഗ്, സോഫ്റ്റ്വെയർ വികസനം, പ്രതിരോധ ഗവേഷണം, ഉൽപാദനം എന്നിവയുടെ ആഗോള ഹബ്ബായി മാറാൻ ഇതോടെ ഇന്ത്യക്ക് സാധിക്കും. കരാർ അന്തിമമായാൽ നൂതന റഡാർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരിക്കും സ്ഥാപിക്കുക. അതിനുവേണ്ട സ്ഥലം സർവേ നടത്തിയതായി റിപ്പോർട്ടുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നൂതനവും അതീവ രഹസ്യവുമായ പ്രതിരോധ ബഹിരാകാശ സൗകര്യങ്ങൾ ഇതിനകം തന്നെ ചിത്രദുർഗയിലുണ്ട് എന്നതിനാലാണ് വൊറോനഷിനെയും ഇവിടേക്ക് എത്തിക്കുന്നത്. റഡാർ സംവിധാനം ഏറ്റെടുത്താൽ ഏഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഗണ്യമായി മെച്ചപ്പെടും. പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് വർദ്ധിപ്പിക്കും.